എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 14 മുതൽ 17 വരെ. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണിനേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പത്രോസിന് ലഭിച്ച ഒരു ക്രിസ്തു ദർശനം ഈ ഭാഗം മുതൽ മുൻപോട്ട് നമ്മൾ കാണുന്നു. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഏറെക്കുറെ 36-ാമത്തെ വാക്യം വരെ പത്രോസിൻ്റെ പ്രഭാഷണമാണ്. 11 പേരോടുകൂടെയാണ് പത്രോസ് പ്രസംഗം നടത്തുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യൂദായുടെ സ്ഥാനത്ത് മധ്യാസനെ തെരഞ്ഞെടുത്തിരുന്നു. ഒറ്റയാൻ പ്രസംഗമല്ല പത്രോസ് നടത്തുന്നത്. തിരുവചനം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നു. യോവേൽ പ്രവാചകന്റെ വാക്കുകളുടെ നിവൃത്തിയാണ് പെന്തക്കോസ്തിൽ കണ്ടത്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നത് കണ്ട് പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരെന്ന് അവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്ന വണ്ണമാണ് പത്രോസ് പ്രസംഗിച്ച് തുടങ്ങുന്നത്. അന്ത്യകാലം എന്നൊരു വാക്ക് പ്രവചനത്തിൽ നിന്ന് പത്രോസ് ഇവിടെ എടുത്തു കാണിക്കുന്നു. കർത്താവിൻ്റെ പുനരാഗമനത്തോട് അടുത്ത കാലമായി ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. തിരുവചനത്തിൽ മറ്റു ഭാഗങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ അത് നോക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്ന് കാണാൻ കഴിയും. 2 തിമോത്തിയോസ് 3-ന്റെ 1 എബ്രായർ 1-ന്റെ 2 നോക്കുമ്പോൾ യേശുവിന് ഏതാണ്ട് 420 വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്ന യോവേൽ അന്ത്യകാലത്ത് സംഭവിക്കും എന്ന് പറഞ്ഞ കാര്യമാണ് പെന്തക്കോസ്ത് നാളിൽ കാണുന്നത്. അതായത് പത്രോസിൻ്റെ കാലത്തെ പെന്തക്കോസ്ത് അന്ത്യകാലത്താണ് നടന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിന് ഇടയ്ക്കുള്ള കാലമാണ് അന്ത്യകാലം. മശിഹായുഗമെന്നും പരിശുദ്ധാത്മയുഗമെന്നും ഇത് വിളിക്കപ്പെടുന്നു. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്നതിന് വേദപുസ്തകത്തിൻ്റെ POC പരിഭാഷയിൽ വർഷിക്കുമെന്നാണ് കാണുന്നത്. ആത്മാവിനെ ധാരാളമായി സമൃദ്ധിയായി നൽകും എന്നർത്ഥം. സകല ജഡത്തിന്മേലും വർഷിക്കും. പുത്രന്മാരും പുത്രിമാരും വൃദ്ധന്മാരും യൗവനക്കാരും എല്ലാവരും ആത്മാവിൽ പ്രവചിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. സമൂഹത്തിലെ നിലയോ സ്ഥാനമോ ഒന്നും പരിഗണിക്കാതെ സകലർക്കും പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി നൽകും. പരിശുദ്ധാത്മ പ്രാപണത്തിന് സാമൂഹ്യ നിലകളൊന്നും തടസ്സമല്ല. ആരാണ് എന്നുള്ളതല്ല, ആരുടെ വക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് പരിശുദ്ധാത്മ വർഷിക്കൽ, പകരപ്പെടൽ എല്ലാവരുടെ മേലും ഒരുപോലെ ഉണ്ടാകും എന്ന് യോവേൽ പ്രവാചകൻ 420 വർഷം മുൻപ് പ്രവചിച്ചത് എടുത്ത്
പത്രോസ് കോട്ട് ചെയ്ത് കേൾവിക്കാരെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും പ്രവചിക്കുമെന്ന് പറയുന്നു 18-ാമത്തെ വാക്യത്തിൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ആയും പ്രവാചകന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആവിധ വ്യത്യാസമൊന്നും കൂടാതെ സകല ജഡവും പ്രവചിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മദാനം സാർവത്രികമാണ്. സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മദാനം സാർവത്രികമായതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യവും സാർവത്രികമാണ്. എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നതാണ്. യൂണിവേഴ്സൽ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ദൈവഹിതമാണ് പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്. പുതിയ ഉടമ്പടി സമൂഹത്തിലെ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, പ്രവാചകന്മാരാണ്. ദൈവഹിതം വിളംബരം ചെയ്യുകയാണ് ശുശ്രൂഷയുടെ കാമ്പ്. പരിശുദ്ധാത്മാവിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ദൗത്യമതാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് സാക്ഷികളായിരിക്കാൻ എല്ലാവരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നാം അവനെ അറിയുന്നത് കൊണ്ട് അറിയിക്കുകയും വേണം. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിനുള്ള അവസരവും ആഹ്വാനവും നമ്മൾ നൽകേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും ശമരിയിലും യഹൂദരെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കുകയും ആ ആത്മാവിൻ്റെ വരം, കൃപ അവർക്ക് ലഭിക്കുമ്പോൾ, അഭിഷേകം ലഭിക്കുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. വിവിധ ദേശങ്ങളിൽ വന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് സംസാരം. പത്രോസ് അതിനെ തുടർന്നാണ് തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്ന വളരെ സുന്ദരമായ മനോഹരമായ ഒരു അന്ത്യകാല ദർശനം അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിലാണ്. കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും അതിനായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മ നിയോഗവും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന സാക്ഷ്യമായി നമുക്ക് ഏറ്റെടുക്കാം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിന് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പകലിലേക്ക് പ്രവേശിക്കട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും യാത്രകളിലും ജോലിവേലകളിലുമൊക്കെ അവിടുത്തെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടെയും പുതിയ വർഷം എല്ലാവർക്കും നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.